ദ ഓഡിസി കണ്ടു. ഹോമറിന്റെ ക്ലാസിക് എപ്പിക്കിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ക്രിസ്റ്റഫർ നോളനാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പടം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ക്ലാസിക് സ്റ്റൈലിൽ ക്രിസ്റ്റഫർ നോളൻ പുള്ളിയുടെ സിഗ്നേച്ചർ പതിച്ചൊരുക്കിയ ഒരു മിത്തോളജിക്കൽ ഫിലിം അല്ലെങ്കിൽ ഒരു ഐതിഹാസിക ചിത്രമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ദ ഓഡിസി എന്ന കഥ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒഡീസിയസിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ നിങ്ങൾ ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് വർക്കായി എന്ന് വരില്ല. സോ അത്യാവശ്യം കഥയൊക്കെ അറിഞ്ഞ് ആ ക്യാരക്ടറിനെ അറിഞ്ഞുകൊണ്ട് തന്നെ പടം കാണുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിത്തോളജിക്കൽ സ്റ്റോറി എങ്ങനെ ഇത്രയും കൺവിൻസിംഗ് ആയിട്ടും മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടും അവതരിപ്പിക്കാം എന്നുള്ളത് ഈ പടം കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയും. ദ ഓഡിസിയുടെ ഒരു പക്കാ നോളൻ വിഷൻ തന്നെയാണിത്. ഒരു നോൺ ലീനിയർ സ്റ്റൈലിലാണ് ഇതിന്റെ കഥ പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഏറിയ ഭാഗവും ഒരു കൈൻഡ് ഓഫ് ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒഡീസിയസ് ഓർമ്മിച്ച് കഥ പറയുന്ന രീതിയിലൊക്കെയാണ്. ആ ഒരു സ്റ്റൈല് ഈ പടത്തിന്റെ ഒരു മൂഡിന് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ കഥാപാത്രങ്ങളോട് ഉണ്ടാകുന്നുണ്ട്. പോളിഫീമസിന്റെ ഭാഗം, സെർസിയുടെ പോർഷൻസ് ഒക്കെ ഗംഭീര ഇമ്പാക്റ്റ് ആണ് തിയേറ്ററിൽ സമ്മാനിച്ചത്. നമ്മളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒഡീസിയസ് ആയി മാറ്റ് ഡേമൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി തന്നെയാണ് പടത്തിനെ ഷോൾഡറിൽ ക്യാരി ചെയ്യുന്നതെന്നും പറയാം. ടോം ഹോളണ്ട്, ആനി ഹാത്വേ, റോബർട്ട് പാറ്റിൻസൺ ഇവർക്ക് 3 പേർക്കുമാണ് പിന്നീട് കൂടുതൽ പ്രാധാന്യമുള്ളതും സ്ക്രീൻ സ്പേസ് ഉള്ളതും. 3 പേരും കിടുവായിരുന്നു. ഇനി ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ക്യാമറ, വിഷ്വൽസ്, ലൊക്കേഷൻ, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എല്ലാം പൊളിയായിരുന്നു. VFX ഒക്കെ വളരെ കിടുവാണെന്ന് പറയാം. നല്ല റിയൽ ഫീൽ തന്നെ തരുന്നുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ നിങ്ങൾ ഓഡിസി എന്ന കഥ വായിച്ചുള്ളവരാണെങ്കിൽ, അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പക്ഷെ എല്ലാവർക്കും ഇത് വർക്കാകുമോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്.